നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റുകളും കൂടെ ഇപ്പോഴും ഈ ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു ഗുണവും ഇല്ലാത്ത സാധനത്തിന് ഒരുപാട് ഓവർ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ഓവർ ഹൈപ്പ് കാരണം കുട്ടികൾ 10 വിഷയങ്ങളും വെറുതെ കാണാതെ പഠിച്ച് ചവച്ചരച്ചിട്ട് കൊണ്ട് തുപ്പി വെച്ച് ഫുൾ എ പ്ലസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ലൈഫിലേക്ക് ഗുണമുള്ള ഒരു അറിവും കൊണ്ടല്ല ഈ കുട്ടികളിൽ 99% 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ലൈഫിൽ എങ്ങനെയെങ്കിലൊക്കെയോ പരാജയപ്പെട്ടു പോവുകയാണ്. പ്രത്യേകിച്ചും പഠിപ്പിസ്റ്റുകളിൽ വലിയൊരു വിഭാഗവും എങ്ങും എത്തുന്നില്ല. ഓക്കെ, ശരിക്കും നമ്മുടെ സ്കൂളുകളിൽ നിന്ന് സംഭവിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി ആ സയൻസിൽ 100 കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു 50 കൺസെപ്റ്റെങ്കിലും മനസ്സിലാക്കി അവൻ പുറത്തിറങ്ങണം, അവനോളും പുറത്തിറങ്ങണം. അതുപയോഗിച്ച് അവരുടെ ഡെയിലി ലൈഫിനെ അവർക്ക് കുറേ കൂടെ സിംപ്ലിഫൈ ചെയ്ത് കുറേ കൂടെ ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റണം. ഇതാണ് സയൻസിൻ്റെയും ടെക്നോളജിയുടെയൊക്കെ ബേസിക് ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ മാത്സിനോടൊരു വെറുപ്പോടൊരു ഭയത്തോടാവരുത് അവർ ഇറങ്ങിപ്പോകുന്നത്. അവർക്ക് സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അവർക്ക് കണക്ക് കൂട്ടൽ, മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു വ്യക്തി ലൈഫിലെടുക്കുന്ന ഡിസിഷൻസ് പോലും കുറേ കൂടി ആക്യുറേറ്റ് ആയിരിക്കും. എനിക്ക് തോന്നിയിട്ടൊരു കാര്യമാണത്. അതുപോലെ ലാംഗ്വേജ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നവർ മാർക്കിന് വേണ്ടി ആവരുത് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ ലാംഗ്വേജ് വിഷയങ്ങൾ പഠിച്ച് 10ൽ നിന്ന് അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ മദർ ടങ്ങിലും പിന്നെ കുറഞ്ഞത് ഇംഗ്ലീഷിലെങ്കിലും ഫ്ലുവൻ്റായിട്ട് കോൺഫിഡൻ്റായിട്ട് എവിടെ നിന്ന് സംസാരിക്കാൻ എല്ലാ കുട്ടികൾക്കും പറ്റണം. ഈ ഒരു വിഷനോട് വേണം അധ്യാപകർ പഠിപ്പിക്കാൻ. അല്ലാതെ ഫുൾ എ പ്ലസ് വാങ്ങാൻ വേണ്ടിയിട്ടാകരുത്. അത് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ വഴിതെറ്റിച്ച് വിടരുത്. കുട്ടികളെ അതിൻ്റെ പേരിൽ, മാർക്കിൻ്റെ പേരിൽ ഹരാസ് ചെയ്യരുത്. ഈ ദ്രോഹം അധ്യാപകർ ഇനിയെങ്കിലും നിർത്തണം. ഇത് അധ്യാപകരുടെയും കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് കാലങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. ഇത് നിർത്താൻ തയ്യാറാകണം അധ്യാപകർ.